ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം ചിന്തിച്ച് വരുന്നതായിരിക്കുന്ന വിഷയം സുവിശേഷം എന്നാൽ എന്ത് എന്നുള്ളതാണല്ലോ. ഇന്ന് നാം എപ്പിസോഡ് 5 എത്തിയിരിക്കുകയാണ്. 2 വേദഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. 9-ാം വാക്യത്തിൽ അതാകുന്നു എൻ്റെ സുവിശേഷം. ഒരു വേദഭാഗം വായിക്കുന്നു. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തെ 8 ഭാഗങ്ങളായി നാം ചിന്തിച്ച് പഠിച്ചു വരികയാണല്ലോ. തുടർന്നുള്ള പഠനത്തിൻ്റെ സഹായത്തിനായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ 8 വിഷയങ്ങൾ ഒരു പ്രാവശ്യം പറയുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. 2-ാമത് യേശുക്രിസ്തുവിൻ്റെ ജീവിതം. 3-ാമത് യേശുക്രിസ്തുവിൻ്റെ മരണം. 4-ാമത് യേശുക്രിസ്തുവിൻ്റെ അടക്കം. 5 യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്. 6 യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം. 7 യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവ്. അതുപോലെ 8-ാമത് ന്യായവിധി യേശുക്രിസ്തുവിൻ്റെ. ഈ വിധ 8 ഭാഗങ്ങളായിട്ട് നാം ചിന്തിച്ച് പഠിച്ചു വരുന്നു. ഇതിൽ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ മുകളിലത്തെ 2 വിഷയങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടും ജീവിതത്തോടും തുലനം ചെയ്യുവാൻ ആരും ഈ ഉലകത്തിൽ ഇല്ല എന്നുള്ളത് നാം കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് നാം ചിന്തിച്ചു. ഇപ്പോൾ വായിച്ചിട്ടായിരിക്കുന്ന റോമർ 1-ാം അധ്യായത്തിൽ 16-ൽ പൗലോസ് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം ഈ സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും രക്ഷ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഈ സുവിശേഷത്തെ, അതായത് ചന്തസ്ഥലത്തും തെരുവീഥികളിലും ഞങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. ഈ സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്ക് രക്ഷ ലഭിക്കുകയില്ല. മാത്രമല്ല, ഈ സുവിശേഷം, അതായത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് ജാതി മത വ്യത്യാസമില്ലാതെ, കുബേര കുചേല വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ എന്ന വ്യത്യാസമില്ലാതെ ഏവർക്കും യാതൊരു കർമ്മമോ പുണ്യപ്രവർത്തികളോ ഒന്നും കൂടാതെ വെറും വിശ്വാസത്താൽ രക്ഷ ലഭിക്കുമെന്നും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ് എന്നും ഈ ഭാഗത്ത് നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഉദ്ഘോഷിക്കുന്ന ഈ സുവിശേഷമുണ്ടല്ലോ, അതിന് ദൈവശക്തിയുണ്ട്. സുവിശേഷം കേൾക്കുമ്പോൾ ഒരുവൻ്റെ മനസ്സിൽ മാറ്റം വരുത്തുവാൻ ഈ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന് കഴിയും. അതിൻ്റെ ശക്തിയുണ്ട്. അതിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഒരു മദ്യപാനി തൻ്റെ മദ്യപാനത്തിൽ നിന്ന് താൻ മാറുകയില്ല, മാറ്റാൻ കഴിയുമില്ല. എന്നാൽ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന് ശക്തിയുണ്ട്. പഴയ ദുർമാർഗത്തിൽ നിന്ന് നല്ല മാർഗത്തിലേക്ക് തിരിക്കുവാൻ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന് കഴിയും. ഇത് അനേകരുടെ അനുഭവമാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളതാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം പോലെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ മരണം മറ്റുള്ള സകല മരണത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് താൻ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും തന്നെ, ഒരു മഹാത്മാവ് ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആരും തന്നെ ഇത്രാം തീയതി ഞാൻ മരിക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുന്നുവെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയുക സാധ്യവുമല്ല. എന്നാൽ മത്തായി ശേഷം 16-ാം അധ്യായത്തിൽ 21, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. മത്തായി സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇവിടെ പറയുന്നത് താൻ കൊല്ലപ്പെടുവാൻ പോകുന്നു, അതുപോലെ തന്നെ താൻ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ഈ വസ്തുത തൻ്റെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ പോകുന്നിടത്തെല്ലാം താൻ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചു കൊണ്ടിരുന്നു. ചുരുക്കത്തിൽ യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെ താൻ പറയുമായിരുന്നു, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഇപ്രകാരം ഏതെങ്കിലും മഹാത്മാക്കൾ, യാ മത നേതാക്കൾ, യാ ഗുരുക്കന്മാർ
ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളവർ തങ്ങളുടെ മരണത്തിന് മുമ്പായിട്ട് ഈ രീതിയിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെ വെച്ചാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന് സ്ഥലം അറിയാമായിരുന്നു. താൻ എവിടെ വെച്ച് മരിക്കാൻ പോകുന്നു. അതായത് പറഞ്ഞു യെരുശലേമിൽ. അത് എങ്ങനെ മരിക്കാൻ പോകുന്നു അതും താൻ അവിടെ പറഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ താൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെല്ലാം കാണും, അവിടെ എല്ലാം താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? എങ്ങനെ മരിക്കുമെന്ന് താൻ പറഞ്ഞു. പലതും സഹിച്ച് താൻ കൊല്ലപ്പെടും. ആരാണ് കൊല്ലപ്പെടുന്നത് അതും താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ കൊല്ലപ്പെടും. ഈ വിഷയങ്ങളൊക്കെയും ഞാൻ വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതേ കാര്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. യേശുക്രിസ്തു പലർക്കും ആഹാരം മറ്റും കൊടുത്ത് പോഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന് പലതും സഹിക്കേണ്ടതായിട്ട് വന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22-ൽ പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അത് അരുത് എന്ന് പറഞ്ഞു. അതായത് ഞാൻ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത കേട്ടിട്ട് പത്രോസ് തൻ യേശുക്രിസ്തുവിനെ വേറൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയുകയാണ്, കർത്താവേ അത് അരുത് എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി ഉടനെ യേശു ഇപ്രകാരം പറഞ്ഞു, പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഇത് പറയാൻ കാരണം തൻ്റെ മരണം സംഭവിക്കണമെന്ന് യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. തൻ്റെ മരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ മരണം ആവശ്യമായിരിക്കുന്നു. സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരത്തിനായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അത് ആവശ്യവുമായിരുന്നു. രണ്ടാമത്, വീണ്ടും തന്റെ മരണത്തിന് മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഭാഗമാണ് നാം ചിന്തിച്ചത്. രണ്ടാം വട്ടം അത് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന് 22-ൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവർ ഗലീലയിലെ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ അതായത് യേശുക്രിസ്തു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് ഇടാറായിരിക്കുന്നു. മത്തായി 17-ന്റെ 23-ല് അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഏറ്റവും ദുഃഖിച്ചു. ഈ വിഷയം മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിലും ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 44 ഈ ഭാഗത്തും യേശു തന്റെ മരണത്തെ 2-ാം പ്രാവശ്യം പ്രസ്താവിച്ചത് നാം കാണാൻ കഴിയുന്നുണ്ട്. ഇനി 3-ാമത്തെ തവണ യേശു തന്റെ മരണത്തെ കുറിച്ച് പ്രസ്താവിച്ചു. അത് മത്തായി 20-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, അതിന്റെ 18-ാം വാക്യത്തിൽ, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. 19, അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. ഇതേ 3-ാം തവണ കർത്താവായ യേശുക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചതായിരിക്കുന്ന ഈ വിഷയം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 33-34 വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നിവ യേശു തന്റെ മരണം പ്രവചിച്ച 3-ാമത്തെ തവണ ഇവിടെ വിവരിക്കുന്നു. പെസഹ ആഘോഷിക്കാൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സംസാരിച്ചു. തന്നെ എങ്ങനെ പരിഹസിക്കുകയും ചമ്മട്ടുകൊണ്ട് അടിക്കുകയും ചെയ്യും, പിന്നീട് ഉയർത്തി നിൽക്കുകയും ചെയ്യുമെന്ന് അവൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. അത് നമുക്ക് കാണാൻ കഴിയും. ഈ അവസരത്തിലും യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. കാരണം ഇത് അവരിൽ നിന്ന് മറിഞ്ഞിരുന്ന ഒരു വസ്തുതയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചനങ്ങൾ നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ൽ ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ തന്റെ സമയം കുറവാണെന്നുള്ള സൂചനയാണ് യേശുവോട് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 25 തന്റെ അഭാവത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെ കുറിച്ചും ഇവിടെ യേശു സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, അതായത് എല്ലാ മാനവജാതിയുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ യേശു മനഃപൂർവ്വം ഭൂമിയിലേക്ക് വന്നു. ഇതുപോലെ വേറെ ആരും വന്നിട്ടില്ല. ഇതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം.
തന്റെ മരണത്തെക്കുറിച്ച് തുടർന്നുള്ള സംഭവങ്ങളെക്കുറിച്ചും യേശു ശിഷ്യന്മാർക്ക് പ്രവചനം നൽകി. യോഹന്നാന്റെ സുവിശേഷം 14:29 ഇതൊക്കെയും പറയുവാൻ കാരണം അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത ഇനിയും പറയുവാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം സാധാരണ മരണം പോലെ അല്ലായിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മരണമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം പോലെ ജീവിതം പോലെ മരണവും പ്രവാചകന്മാർ പ്രവചിച്ചതായിരിക്കുന്ന പ്രവചനങ്ങൾക്കനുസരണമായിട്ട് അത് നിവർത്തിക്കപ്പെടുകയായിരുന്നു. നിവർത്തീകരണമാണ് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ സുവിശേഷം അത് ജീവനുള്ള സുവിശേഷമാണ്. ഈ സുവിശേഷം ഞങ്ങൾ ഘോഷിക്കുന്നതായിരിക്കും സുവിശേഷം. അത് അർത്ഥാത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു, ആ സുവിശേഷത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ള ഒരേ ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ തെരുവീതിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും കടന്നുപോയിട്ട് ഇത് ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. പ്രിയരെ, ഞാനൊരു മരുന്ന് വാങ്ങിച്ചു, എനിക്കത് സുഖമായെങ്കിൽ അതേ അസുഖമുള്ളവർക്ക് ഞാൻ ആ മരുന്ന് പറഞ്ഞു കൊടുക്കുകയില്ലേ? അതെങ്ങനെയെങ്കിലും അവരെങ്കിലും രക്ഷപ്പെടണമെന്നുള്ളതല്ലേ ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കും ഞങ്ങൾ. അതെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളതായിരിക്കുന്ന വസ്തുത വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മക്കളായി തീർന്നപ്പോൾ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഞങ്ങൾ ഇത് പറയുന്നു. ഞങ്ങളതിന് ബാധ്യസ്ഥരാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത ഇനിയും പറയുവാനുണ്ട്. ചുരുക്കത്തിൽ പ്രിയമിത്രമേ, താങ്കൾ ഏത് മതത്തിലോ സഭയിലോ കുടുംബത്തിലോ ബിഷപ്പിന്റെയോ പാസ്റ്ററുടെയോ ഉപദേശിയുടെയോ മകനോ മകളോ ആയി ജനിച്ചാലും യേശുക്രിസ്തു ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, താൻ അനുഭവിച്ച ക്രൂശ് മരണം നിനക്ക് വേണ്ടിയാണ്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയാകുകയില്ല, രക്ഷിക്കപ്പെടത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഉപദേശിയുടെ മകനായി ജനിച്ചതുകൊണ്ട് നീ ഒരിക്കലും ഒരു ദൈവ പൈതലാകത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, രക്ഷയെ കരസ്ഥമാക്കുക, നിത്യജീവനെ പ്രാപിക്കുക. രക്ഷയ്ക്കായി യേശു ക്രിസ്തു മാത്രമാണ് മാനവജാതിയുടെ പാപത്തിനു വേണ്ടി മരിച്ചത്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു. വെറും വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷ കരസ്ഥമാക്കാം, സ്വർഗത്തിന് അവകാശിയാക്കാം. അല്ലെങ്കിൽ നിന്റെ നിത്യത നരകത്തിൽ ആയിരിക്കും. ഇത് ഓർത്തുകൊള്ളുക. ഇന്ന് തന്നെ ഈ കർത്താവിനെ ഇതുവരെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ രക്ഷയുടെ ദൂത് അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതിനായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക. അനേകരിത് കേൾക്കുവാൻ തക്ക ഇടയാകട്ടെ. അനേകരുടെ ജീവിതത്തിൽ അനേകർ ഇന്നും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്തു മുഖാന്തരം അനേകർക്ക് രക്ഷയെങ്കിലും കടന്നു വരുവാൻ തക്കണം ഇടയായി തീരട്ടെ. ഈ വചനം കേട്ട എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തുടർന്നുള്ളതായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അനേക വെളിപ്പെടുത്തലുകൾ ബൈബിൾ കൂടി പറയുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയങ്ങൾ തുടർന്ന് നിങ്ങൾ കേൾക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.